السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മദീനയുടെ മഹത്വം. അൽ മദീന എന്ന പട്ടണം, അത് ഹറമാണത്. അപ്പോൾ ആ പട്ടണത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലം മുഴുവൻ, പള്ളി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആ ഹറം ആയ അൽ മദീനയുടെ മഹത്വങ്ങൾ. ഫദായിലുൽ മദീനത്തി, ഒന്നാമത്തെ അധ്യായം പരിശുദ്ധമായ മദീന പട്ടണം, ഹറമിൽ മദീനത്തി. മദീന എന്ന് പറയുമ്പോൾ പട്ടണം എന്നാണ് ഈ വാക്കിന് അർത്ഥമുള്ളൂ. മദീനത്തു കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് പട്ടണം, അല്ലെങ്കിൽ മദീനത്തു കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചി പട്ടണം, അത്രേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഈ മദീന എന്ന് പറയുമ്പോൾ വെറും പട്ടണം എന്നാണ്, പക്ഷെ അത് ചുരുക്കി നമ്മൾ പറയുന്നതാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിനെ MG യൂണിവേഴ്സിറ്റി എന്ന് പറയുക. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡിനെ എല്ലാവരും ID കാർഡ് എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ പട്ടണം, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണം എന്ന് പറയാവുന്ന ഏതായിരിക്കും? റസൂലിൻ്റെ പട്ടണം. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് മദീനത്തുൻ നബി, നബിയുടെ പട്ടണം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. റസൂൽ അവിടെ ചെന്നതിന് ശേഷം, അതിനു മുമ്പ് ആ സ്ഥലത്തിൻ്റെ പേര് യസ്രിബ് എന്നായിരുന്നു. പക്ഷേ റസൂൽ അവിടെ ചെന്നതോടുകൂടി ഇത് റസൂലിൻ്റെ പട്ടണം എന്നറിയപ്പെട്ടു. അത് ചുരുക്കി ആളുകൾ എളുപ്പത്തിന് പട്ടണം എന്നാക്കി. അതാണ് അൽ മദീന എന്ന് പറയുന്നത്. അതായത് മദീനത്തുൻ നബി ആണ് മദീന. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മദീന എന്ന് പറയുന്നത് പരിശുദ്ധമായ ഹറം ആണ്. അപ്പോൾ അവിടെ 2 സ്ഥലങ്ങൾ കാണിച്ചിട്ട്, ആ സ്ഥലം മുതൽ ഈ സ്ഥലം വരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയുള്ള മരങ്ങൾ വെട്ടരുത്. അവിടെ ആരെങ്കിലും പറഞ്ഞു കേട്ട വാമൊഴി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കേട്ടോടത്തിൽ കേട്ടു എന്ന് പറയുന്നത് ശരിയായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ അവിടെ നിന്ന് പുതിയതായി ഉണ്ടാക്കി പറയാൻ പാടില്ല എന്നും, അവിടെ പാപങ്ങൾ ചെയ്യരുത് എന്നും അവിടെ ആയിരിക്കുമ്പോൾ നിയമമുണ്ട്. എന്തെങ്കിലും പുതിയതായി ബിദഅത്ത് കണ്ടുപിടിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയോ, അതല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ ശാപം ഏറ്റുവാങ്ങും, മലക്കുകളുടെ ശാപവും ഏറ്റുവാങ്ങും, എല്ലാ ആളുകളുടെ ശാപവും ഏറ്റുവാങ്ങും. അതായത് ഇച്ചിരി കൂടിയ സ്ഥലമാണ്. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. മദീനയിൽ ഇത് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയുള്ളത് ഹറമാണെന്നും, അവിടെയുള്ള മരങ്ങൾ വെട്ടാൻ പാടില്ല എന്നും, അവിടെ ബിദ്അത്ത് കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ കേട്ടുകേൾവി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കൽ പാടില്ല എന്നും, തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നും തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ശാപം, മലക്കുകളുടെ ശാപം, എല്ലാ മനുഷ്യരുടെയും ശാപം ഇതെല്ലാം ഉണ്ടാവും. ഇതിനെപ്പറ്റി കൂടുതൽ 9-ാമത്തെ വാല്യത്തിൽ 7306-ാമത്തെ ഹദീസിൽ വിശദമായിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. عن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال المدينة حرم من كذا إلى كذا لا يقطع شجرها ولا يحدث فيها حدث من أحدث فيها حدثا فعليه لعنة الله والملائكة والناس أجمعين. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനയിലേക്ക് വന്നു. എന്നിട്ട് ഒരു പള്ളി പണിയാൻ വേണ്ടി ഉത്തരവിട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ബനി നജ്ജാർ, നിങ്ങളുടെ സ്ഥലത്തിന് ഒരു വില പറയൂ എന്ന് പറഞ്ഞു. അൻസാരികൾ എന്ന് പറഞ്ഞാൽ റസൂലിനെ സ്വന്തം നാട്ടിൽ വിളിച്ചുകൊണ്ടെന്ന് നേതാവാക്കി, അതായത് രാജാവാക്കി വാഴിക്കുന്ന ഒരു മനുഷ്യ കൂട്ടരാണ്. അതായത് ഒരു രീതിയിലും നമുക്കൊന്നും താരതമ്യം ചെയ്യാൻ പറ്റാത്ത മനുഷ്യ സമൂഹം. അന്യനാട്ടുകാരനെ കൊടുന്ന് അവിടുത്തെ ഭരണാധികാരിയാക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം വിശ്വാസം, ഈമാനുള്ളതുകൊണ്ടാണ് അവരത് ചെയ്തത്. അല്ലെങ്കിൽ ഒരു രീതിയിലും ഗോത്രവർഗവും സ്വന്തം ഗോത്രത്തിൽ അമിതമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു മക്കയിലും മദീനയിലും ഹിജാസിലും ഒക്കെ ഉണ്ടായിരുന്നത് അന്ന് കാലത്ത്. അവർ പുറത്തുനിന്നുള്ള ഒരാളെ ഭരണാധികാരിയെ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ജീവനൊക്കെ അപകടത്തിലാക്കി അതിന് തയ്യാറാവണമെങ്കിൽ അവരുടെ വിശ്വാസം അങ്ങേയറ്റത്തെ വിശ്വാസമായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാ അൻസാരികൾ, കുറേ കാട്ടറബികൾ അങ്ങനെയല്ല. ഏതോ നിലവാരത്തിൽ നിൽക്കുന്ന, നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്ത ആളുകളാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഹിജറ എന്ന ആളുകൾക്ക് സ്വന്തം നാടും വീടും പറമ്പും ഒക്കെ വീതം വെച്ച് കൊടുത്ത ടീമാണ്. പകുതി ഉഖുവത്തുൽ ഇസ്ലാമിയ്യ എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക സാഹോദര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. എനിക്കുള്ള സ്വത്തുകൾ ഇത്രയുണ്ട്, ഇതിൻ്റെ പകുതി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞു, എനിക്ക് 2 ഭാര്യമാരുണ്ട്, നിനക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ കാണിച്ചു തന്നാൽ അവരെ ഞാൻ വിവാഹമോചനം നടത്തി നിനക്ക് കെട്ടിച്ചു തരാം. അത്രയധികം വരെ അവർ പോയി. അതായത് പാപ്പരായി അഭയാർത്ഥികളായി മക്കയിൽ ചെന്ന മുഹാജിറുകളോടാണ് അൻസാരികൾ ഈ രീതിയിൽ പെരുമാറിയത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരോട് പറയുകയാണ് റസൂല്, നിങ്ങളുടെ സ്ഥലത്തിനൊരു വില പറയൂന്ന്, അതായത് പൈസ കൊടുത്ത് മേടിക്കാൻ. അപ്പോൾ അവരെന്താ പറയുക? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് വിലയൊന്നും വേണ്ട, ഇവിടെ നിന്ന് അതിന് വിലയൊന്നും വേണ്ട, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് മേടിച്ചോളാന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് മതി
എന്ന് മാത്രം പറയാൻ മനക്കട്ടിയുള്ള വിശ്വാസമുള്ള മനുഷ്യരായിരുന്നു അവർ. അതായത് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് മതി, അവർക്ക് ഇവിടെ നിന്നൊന്നും വേണ്ട എന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ തീരുമാനിച്ചു വെച്ച ടീമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടു. അത് അവിടുത്തെ പണ്ട് കാലത്തുള്ള ഖബറായിരുന്ന സ്ഥലമായിരുന്നു ഈ ഹറം എന്ന് പറയുന്നത്. അവിടെ കുഴിച്ച് അവിടെയുള്ള മുശ്രിക്കുകളുടെ ബഹുദൈവാരാധകരായ ആളുകളുടെ ഖബറുകളെല്ലാം കുഴിച്ച് അവരെ മാറ്റാൻ പറഞ്ഞു. അതായത് ബാക്കിയുള്ള എല്ലും ഒക്കെ ഉള്ളതൊക്കെ മാറ്റി വേറെ സ്ഥലത്തേക്ക് മറവ് ചെയ്യാനും ആ സ്ഥലം അവിടെ ഒരു ശരീര അവശിഷ്ടങ്ങളും ഇല്ലാതെയാക്കാനും എന്നിട്ട് അത് നിരപ്പാക്കാനും ഉത്തരവിട്ടു. അവിടെ ആ സ്ഥലത്ത് മാത്രമുള്ള ഈന്തപ്പന മരങ്ങളെ വെട്ടി ആ വെട്ടിയ ഈന്തപ്പനകളെ അല്ലെങ്കിൽ മരങ്ങളെ ഖിബ്ലയ്ക്ക് നേരെ തിരിച്ച് ഒരു പള്ളി പോലെ പണിതു വെച്ചു. അന്നത്തെ ഖിബ്ല എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. عن أنس رضي الله عنه قال قدم النبي صلى الله عليه وسلم المدينة وأمر ببناء المسجد فقال يا بني نجار ثامنوني فقالوا لا نطلب ثمنه إلا إلى الله فأمر بقبور المشركين فنبثت ثم بالخرب فسويت وبالنخل فقطع فصف النخل قبلة المسجد. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അൽ മദീനയെ ഹറം അല്ലെങ്കിൽ പരിശുദ്ധമായ സ്ഥലമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ രണ്ട് മലകൾക്കിടയിലുള്ളത്, രണ്ട് ഹറ പർവ്വതങ്ങൾക്കിടയിലുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനി ഹാരിസ ഗോത്രത്തിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഹറം അതായത് പരിശുദ്ധമായ മദീന പട്ടണത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നതായി ഞാൻ കാണുന്നു. എന്നിട്ട് ചുറ്റിനും നോക്കി, എന്നിട്ട് പറഞ്ഞു അല്ലല്ല, നിങ്ങൾ ഹറമിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال حرم ما بين لابة المدينة على لساني قال وأتى النبي صلى الله عليه وسلم بني حارثة فقال أراكم يا بني حارثة قد خرجتم من الحرام ثم طفت فقال بل أنتم فيه. അപ്പോൾ ഇതിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കൊണ്ട് അത് ഹറം ആയി എന്നാണ് പറയുന്നത്. അലി റസൂൽ അത് പരസ്യമായി പ്രഖ്യാപിച്ചു. അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പുസ്തകം അല്ലാതെ വേറെ ഒന്നും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഈ എഴുതിയ പേപ്പർ അല്ലെങ്കിൽ കടലാസ് അല്ലെങ്കിൽ അന്നത്തെ എന്താണോ എഴുതാൻ ഉപയോഗിച്ചത്, എന്തിലാണോ അത് എഴുതിയിരിക്കുന്നത്. അൽ മദീന എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായ സ്ഥലമാണ്, ഹറമാണ്. ഇന്ന പർവ്വതത്തിൻ്റെ ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ. അതിനകത്ത് ആരെങ്കിലൊക്കെ ബിദ്അത്ത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ പാപം ചെയ്യുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അഭയം കൊടുത്താൽ, അതായത് പാപിക്ക് അതല്ലെങ്കിൽ ബിദ്അത്ത് നടത്തുന്നവൻ അഭയം കൊടുത്താൽ അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ശാപത്തിന് ഇരയാവും. അവൻ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശാപത്തിനും ഇരയാവും, എല്ലാ മനുഷ്യരുടെ ശാപത്തിനും ഇരയാവും. അവൻ്റെ നിർബന്ധ ബാധ്യതയായിട്ടുള്ള അമലുകളും സുന്നത്തായിട്ടുള്ള അമലുകളും, അതായത് നമസ്കാരം, നോമ്പ് അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ സുന്നത്ത് നമസ്കാരം, ഫർള് നമസ്കാരമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഫർളായ അമലുകളും എല്ലാ സുന്നത്തായ അമലുകളും സ്വീകരിക്കുന്നതല്ല, ഒന്നും സ്വീകരിക്കില്ല. പിന്നെ അന്നത്തെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ അസൈലം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, സംരക്ഷണം. അപ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഒരു ഗോത്രം മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റു ഗോത്രത്തിനോ സംരക്ഷണം കൊടുക്കുമായിരുന്നു. അവരെ ശക്തി കൂടും അതോടുകൂടി. അപ്പോൾ 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3 രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ, ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം. അപ്പോൾ അവിടെ ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിനോ ഒക്കെ ആയിരുന്നു അതുണ്ടായിരുന്നത്. ആ അസൈലം ഏതെങ്കിലും മുസ്ലിങ്ങൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റു മുസ്ലിങ്ങൾ ആദരിക്കണം അല്ലെങ്കിൽ അതിനെ മാനിക്കണം. ഒരു മുസ്ലിമിനെ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ അവൻ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവും. അപ്പോൾ ഒരു മുസ്ലിമിനെ വേറെ മുസ്ലിമോ അല്ലാത്തവരോ ഒറ്റിക്കൊടുത്താൽ അവൻ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവും, മലക്കുകളുടെ ശാപം ഉണ്ടാവും, എല്ലാ മനുഷ്യരുടെയും ശാപം ഉണ്ടാവും. അവൻ്റെ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫർളായ അമലുകളോ സുന്നത്തായ അമലുകളോ സ്വീകരിക്കപ്പെടുകയില്ല. എല്ലാ ആരാധനകളും തള്ളിപ്പോവും. ഇനി ആരെങ്കിലും ഒരാൾ ഒരു അടിമയെ മോചിപ്പിച്ചു, അപ്പോൾ ആ അടിമയ്ക്ക് പിന്നീട് ഒരു ഉടമസ്ഥതയില്ല. അതോടുകൂടി ഉടമ എന്ന് വെച്ചാൽ അടിമത്വം കഴിഞ്ഞു, അയാളെ ഫ്രീ ആക്കി. അപ്പോൾ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ അവൻ്റെ സ്വതന്ത്രനാക്കിയ ഉടമയെ അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരു ഉടമസ്ഥനായിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്താൽ ഒരാളെ സ്വതന്ത്രനാക്കി, അയാൾ പിന്നെ ഈ സ്വതന്ത്രനാക്കിയ ആളുടെ യാതൊരു ബന്ധമില്ല, വേറൊരാളെ വലിയ ഉടമസ്ഥൻ പോലെയോ അല്ലെങ്കിൽ വലിയ കൈക്കാരൻ പോലെയൊക്കെ വച്ചുകൊണ്ടിരുന്നാൽ അത് വലിയ തെറ്റാണ് എന്നും അത് അള്ളാഹുവിൻ്റെ ശാപം വിളിച്ചു വരുത്തും എന്നും മലക്കുകളുടെ ശാപവും എല്ലാ മനുഷ്യരുടെ ശാപവും ഏറ്റുവാങ്ങേണ്ടി വരും എന്നും പറയുന്നു.
അവൻ്റെ നിർബന്ധമായ അല്ലെങ്കിൽ ഫർലായ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല, അവൻ്റെ സുന്നത്തായ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. 3 വലിയ തെറ്റുകളെയാണ് ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൂടെ വിശദീകരിക്കുന്നത്. അതായത് മദീന എന്ന് പറയുന്നത് ഹറം ആണെന്നും അവിടെ പാപം ചെയ്യാൻ പാടില്ല എന്നും കേട്ടുകേൾവി അനുസരിച്ച് ബിദ്അത്ത് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്യുന്നവരുടെ അമലുകൾ ഒന്നും അള്ളാഹു ഒന്നും സ്വീകരിക്കുകയില്ല, അവരുടെ ഫർലായ അമലുകളും സുന്നത്തായ അമലുകളും ഒന്നും സ്വീകരിക്കുകയില്ല, അള്ളാഹുവും മലക്കുകളും എല്ലാ മനുഷ്യരും അവരെ ശപിക്കും എന്നും ഇങ്ങനെ ചെയ്യുന്നവർക്ക് സഹായം കൊടുക്കാൻ പാടില്ല എന്നും മുസ്ലിങ്ങൾ ആരെങ്കിലും സഹായിക്കുകയോ സംരക്ഷണം കൊടുക്കുകയോ ചെയ്താൽ അത് മാനിക്കണമെന്നും ഒരു മുസ്ലിമിനെ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാണെന്നും പറയുന്നു. സ്വതന്ത്രനാക്കപ്പെട്ട അടിമ സ്വതന്ത്രനാക്കിയ ഉടമയോടാണ് വിധേയത്വം പുലർത്തേണ്ടത് എന്നും നമ്മൾ കണ്ടു. അൻ അലിയ്യിൻ റളിയല്ലാഹു അൻഹു ഖാല മാ ഇൻദനാ ശൈഉൻ ഇല്ലാ കിതാബുല്ലാഹി വഹാദിഹി അസ്വഹീഫത്തു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത്തു ഹറമുൻ മാ ബൈന ആഇരിൻ ഇലാ കദാ മൻ അഹദ ഫിഹാ ഹദസൻ ഔ അവ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ വഖാല ദിമ്മത്തുൽ മുസ്ലിമീന വാഹിദത്തുൻ ഫമൻ അഖ്ഫറ മുസ്ലിമൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ വമൻ തവല്ല ഖൗമൻ ബിഗൈരി ഇദ്നിൻ മവാലിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ. മദീനയുടെ മഹത്വം അതിന് പാപികളെയും അക്രമകാരികൾ അല്ലെങ്കിൽ ദുഷ്ടചിന്താഗതിക്കാരായ അല്ലെങ്കിൽ വളഞ്ഞ വക്രബുദ്ധിക്കാരായ ആൾക്കാരെയൊക്കെ മദീന സ്വയം പുറത്താക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും മദീനയ്ക്കുണ്ട്. അത് ലോകാവസാനത്തിൻ്റെ സമയത്ത് നടക്കുന്നതാണ്. ഫദ്ലുൽ മദീനത്തി വഅന്നഹ തൻഫിന്നാസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഉത്തരവിട്ടു ഒരു പട്ടണത്തിലേക്ക് ഹിജ്റ പോവാൻ അല്ലെങ്കിൽ കുടിയേറി പാർക്കാൻ. ആ പട്ടണം മറ്റു പട്ടണങ്ങളെ വിഴുങ്ങും അല്ലെങ്കിൽ കീഴടക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേര് യസ്രിബ് എന്നാണ്. അത് ഈ അൽ മദീന പട്ടണമാകുന്നു. ആ പട്ടണം ചീത്ത ആളുകളെ ചൂള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുട്ടെടുക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇരുമ്പ് ഉരുക്കി അയിരെടുക്കാനോ അതുപോലെയൊക്കെ ഉപയോഗിക്കുന്ന ചൂള വലിയ ഫർണസാണ്. അപ്പോൾ ചൂള അതിനുള്ളിലുള്ള അല്ലെങ്കിൽ സ്വർണ്ണം ഉരുക്കിയൊക്കെ എടുക്കാനുള്ള ഒരു സാധനത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അതിലുള്ള കറകളെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ മാറ്റി ശുദ്ധീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇരുമ്പ് അയിരിൽ നിന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി ശുദ്ധമായ ഇരുമ്പ് തരുന്നത് പോലെ ഒരു ചൂള ചെയ്യുന്നത് പോലെ മദീന ചെയ്യും എന്നാണ് പറയുന്നത്. ചീത്ത ആളുകളെയൊക്കെ പുറത്താക്കും. സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറാ യഖൂലൂന യസ്രിബു വഹിയൽ മദീനത്തു തൻഫിൻ നാസ കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്. അൽ മദീനയെ ത്വാബ എന്നും വിളിക്കും. അൽ മദീനത്തു ത്വാബത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്കിൽ നിന്ന് വന്നു. തിരിച്ച് ഞങ്ങൾ അൽ മദീന എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാകുന്നു ത്വാബ. മദീനയ്ക്ക് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. അൻ അബീ ഹുമൈദിൻ റളിയല്ലാഹു അൻഹു അഖ്ബൽനാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തബൂക ഹത്താ അശ്റഫ്നാ അലൽ മദീനത്തി ഫഖാല ഹാദിഹി ത്വാബത്തു. അൽ മദീനയിലെ 2 മലകൾ ലാബത്തിൽ മദീനത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, 2 മാനുകൾ അൽ മദീനയിൽ പുല്ല് തിന്നുന്നത് ഞാൻ കണ്ടു. ഞാൻ അവയെ ഓടിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മദീന എന്ന് പറയുന്നത് ഹറം ആണ്, പരിശുദ്ധമായ സ്ഥലമാണ് എന്നും. ഈ 2 പർവ്വതങ്ങൾക്ക് ഇടയിൽ ഉള്ള സ്ഥലം. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ മക്കയുടെ കാര്യം നേരത്തെ കണ്ടതാണ്. മുഹ്രിം വേട്ടയാടിയാലുള്ള പ്രായശ്ചിത്വം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മനസ്സിലാക്കുക. മദീനയിലും ഇതേ നിയമങ്ങൾ ബാധകമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു കാന യഖൂലു ലൗ റഅയ്തു ളിബാഅ ബിൽ മദീനത്തി തർതഉ മാ ദഅർതുഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന ലാബതൈഹാ ഹറാമുൻ. അൽ മദീനയിൽ താമസിക്കാതെ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നവൻ അവനെ പറ്റിയിട്ട് എന്താണ്? മൻ റഗിബ അനിൽ മദീനത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ആളുകൾ അൽ മദീനയെ വിട്ട് പുറത്തേക്ക് പോകും, പക്ഷേ അൽ മദീന അപ്പോഴും അതിൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥയിലായിരിക്കും. അതായത് പട്ടിണിയോ ദാരിദ്ര്യമോ പഞ്ഞോ വെള്ളമില്ലായ്മയോ അതൊന്നുമല്ല,
നല്ല നിലയിലാണ് മദീന, എന്നാലും ആളുകൾ അവിടുന്ന് പോകും, എല്ലാവരും വിട്ടെറിഞ്ഞ് പോകും. അവസാനം അവിടെ കാട്ടുപക്ഷികളും വന്യമൃഗങ്ങളും അതിനകത്ത് താമസിക്കും അൽ ഹറമിൽ. അങ്ങനെ ഒരു സമയം വരും എന്നാണ് പറയുന്നത്. മദീനയിൽ മരിക്കുന്ന അവസാനത്തെ ആളുകൾ എന്ന് പറയുന്നത് 2 പേരായിരിക്കും, ആട്ടിടയന്മാർ. മുസൈന ഗോത്രത്തിൽ നിന്നുള്ള 2 ആട്ടിടയന്മാരായിരിക്കും. അവരവരുടെ ആടുകളെയും മേഞ്ഞുകൊണ്ട് അൽ മദീനയിലേക്ക് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുകയില്ല. അവർ സാനിയത്തൽ വദാ എന്ന് പറയുന്ന താഴ്വരയിൽ എത്തുമ്പോൾ അവരവരുടെ മുഖം കുത്തി വീഴും, അല്ലെങ്കിൽ മുഖം അടിച്ച് കമിഴ്ന്ന് വീണ് മരിച്ചു പോകും. അതാണ് മദീനയിലുള്ള അവസാനത്തെ 2 മനുഷ്യർ. ലോക അവസാനത്തെ പറ്റിയാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തതറകൂനൽ മദീനത അലാ ഖൈരിൻ മാ കാനത് ലാ യഗ്ശാ ഇല്ലാ ഗവാഫ് യുരീദു അവാഫിയസ് സിബായി വത്തൈരി വആഖിറു മൻ യുഹ്ശറു റായാനി മിൻ മുസൈനത യുരീദാനിൽ മദീനത യൻഇഖാനി ബിഗനമിഹിമാ ഫയജിദാനിഹാ വുഹൂഷൻ ഹത്താ ഇദാ ബലഗ സനിയ്യത്തൽ വദായി ഖറ അലാ വുജൂഹിഹിമ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.